നമസ്കാരം. ഉള്ളത് പറയാം. PM ശ്രീ പദ്ധതിയിൽ കുഴപ്പമൊന്നുമില്ലെന്ന് CPM പരസ്യമായി സമ്മതിച്ചെങ്കിലും CPIക്ക് അത് പറ്റില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ രഹസ്യമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് നടപ്പാക്കാൻ ശ്രമിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിക്ക് സുല്ലിടേണ്ടി വന്നു. ഒപ്പുവെച്ച പദ്ധതി നടപ്പാക്കണോ എന്ന് ഉപസമിതിയെ വെച്ച് തീരുമാനിക്കാം. ഈ അഴകുഴമ്പൻ നിലപാടെടുത്ത് CPMും CPIയും കൈകൊടുത്ത് പിരിഞ്ഞു. ഞാൻ ബിനോയ് വിശ്വം സാറിനെ കാണാൻ വന്നു. PRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. ചർച്ച എന്ന് പറഞ്ഞാൽ സംയമനത്തിന് നീക്കമാണല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ വിഷയം പരിഹരിക്കുകയാണ്. വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചയിലൂടെ പരിഹരിക്കുകയല്ലേ മാർഗമുള്ളൂ. അല്ലാതെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരും, ചർച്ച ഉണ്ടാകും. സ്വാഭാവികമായി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ ഏതും പരിഹരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ മാത്രമല്ല ലോകത്തെമ്പാടും സ്വീകരിച്ചു. PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതോടെ ഒരു കാര്യം ബോധ്യമായി. കേന്ദ്ര വിദ്യാഭ്യാസ നയം വളർന്നുവരുന്ന തലമുറയ്ക്ക് ദോഷമാണെന്ന പ്രചാരണം തെറ്റായിരുന്നു. കേന്ദ്ര സർക്കാർ 2020 കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം സംഘപരിവാർ ആശയങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിറയ്ക്കാനും ചരിത്രത്തെ വളച്ചൊടിച്ച് കാവ്യവൽക്കരണത്തിനുമുള്ള രഹസ്യ അജണ്ട എന്നായിരുന്നു ഇടതു പാർട്ടികളുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാട്. ഇതിലാണ് CPM വെള്ളം ചേർത്തത്. ഇടതുപക്ഷ ആശയം നടപ്പാക്കാനല്ല ഇടത് സർക്കാർ എന്നൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയെങ്കിലും താത്വിക അവലോകനമായേ കാണാനാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരവും. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. CM വിളിച്ച ചർച്ച ചെയ്യും. LDFിൻ്റെ ഭാഗമാണ് CPI CPM. അതുകൊണ്ട് CM വിളിച്ചാൽ ചർച്ച ചെയ്യും. ചർച്ചയുടെ എല്ലാ വാതിലും LDFിൽ എപ്പോഴും ഉണ്ടാകും. അത് തുടർന്ന് കിടക്കും. LDF ആണ്. ആശയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. CPI ചാടിയാൽ എവിടെ വരെ എന്ന ചോദ്യം ഉയർന്നെങ്കിലും തീരുമാനം തിരുത്തിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്ക് നേട്ടമായി. പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയിട്ടും ബിനോയ് വിശ്വം വഴങ്ങിയില്ല. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള ശ്രമം നടത്താനുള്ള തീരുമാനം CPIയുടെ വിജയം തന്നെയാണ്. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഇത്തരമൊരു സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ K രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി P രാജീവ്, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. CPI പറയും വിജയത്തിൻ്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണ്. നടപ്പിലാക്കാമെന്ന് കരാറിൽ ഏർപ്പെട്ടിട്ട് ഉപസമിതിയെ വെച്ച് പഠിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ആവശ്യപ്പെടാൻ CPIക്ക് കഴിയില്ല. എന്തായാലും വരുന്ന അധ്യയന വർഷം PM ശ്രീ പദ്ധതി ഉണ്ടാകില്ല. കേന്ദ്രമാണ് തീരുമാനിക്കുന്നത്. കരാർ റദ്ദാക്കണോ വേണ്ടയോ എന്നൊക്കെ പറയാമെങ്കിലും സംസ്ഥാനത്തിന് താല്പര്യമില്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടി വരില്ല. പിന്നെ പണത്തിന്റെ കാര്യം. സമഗ്ര ശിക്ഷ അഭിയാൻ പണം കിട്ടാൻ PM ശ്രീ ഒപ്പുവെച്ചേ തീരൂ. അതിനായുള്ള തന്ത്രപരമായ അടവ് നയം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിന് വഴങ്ങിയതിനെ V ശിവൻകുട്ടിയും CPM സംസ്ഥാന സെക്രട്ടറിയും ന്യായീകരിച്ചെങ്കിലും അതിനും ആയുസ്സുണ്ടായില്ല.
10 കാശ് കിട്ടിയാൽ സംഘപരിവാറിന് കീഴടങ്ങുമോ എന്ന മറു ചോദ്യത്തിന് മുന്നിൽ ശിവൻകുട്ടിയും സംഘവും കീഴടങ്ങി. കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേയില്ല. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. CPI എന്ന് പറഞ്ഞാൽ CPIM-ന്റെ ഒപ്പം ഇന്ത്യയിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ CPIയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. CPI മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വിടില്ലെന്ന തീരുമാനമെടുത്തതാണ് നിർണായകമായത്. കൂട്ടുത്തരവാദിത്തം നഷ്ടമാകുന്നത് സർക്കാരിന് ദോഷം ചെയ്യും. പാർട്ടി ഉറച്ചു നിന്നതോടെ CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലവുമായി ഇറങ്ങി. AIYF എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല. കാരണം CPI CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. പിന്നെ ഇത് സൗഹൃദമായ വിഷയമല്ലല്ലോ. ശിവൻകുട്ടി ഞാനുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ. ഇത് പാർട്ടിയുടെ നിലപാടാണ്. ആ പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി നിങ്ങളോടെല്ലാം പറഞ്ഞതാണ്. നിങ്ങളെല്ലാം നേരിട്ട് കേട്ടതാണ്. അതിലല്ല ഒത്തുതീർപ്പ് ഫോർമുലയല്ലോ വിഷയം. അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഘടനാ രൂപം പാർട്ടിയുടെ എക്സിക്യൂട്ടീവാണ്. നയപരമായ ഒരു വിഷയത്തിൽ, സംഘടനാപരമായ വിഷയത്തിൽ അന്തിമമായ പാർട്ടിക്ക് വെളിച്ചം വീശുന്നത് പാർട്ടി എക്സിക്യൂട്ടീവാണ്. അന്ന് ഒലിച്ചു പോകുന്നതല്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള സമരപാരമ്പര്യം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. GRNൽ ഒരു പറ്റിപ്പോയത് അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ല, അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം ഉണ്ടാകുമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ പറയില്ലേ. ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയെല്ലാം കിടക്കും. അതിന് വേറെ കാര്യമൊന്നും. മുന്നണി ഐക്യം തകരുന്ന നിമിഷങ്ങളായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ആശയപരമായ ഏറ്റുമുട്ടലായതിനാലാണ് CPIക്ക് വിജയം നേടാനായത്. BJP വിരുദ്ധ പോരാട്ടത്തിൽ വെള്ളം ചേർത്ത CPMന് കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടും എന്ന ന്യായത്തിൽ കടിച്ചു തൂങ്ങാൻ കഴിഞ്ഞില്ല. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ പരിഗണിക്കാതെ ഉദ്യോഗസ്ഥരെ ഡൽഹിയിൽ വിട്ട് രാഖി രാമാനം ഒപ്പുവെച്ചതിന് ന്യായീകരണമില്ല. PM ശ്രീ പദ്ധതി കൊണ്ട് കുഴപ്പമില്ലെങ്കിലും മുന്നണി മര്യാദ എല്ലാവർക്കും ബാധകമാണ്. കരാറിൽ ഏർപ്പെടില്ലെന്ന വിശ്വാസത്തിൽ CPI മന്ത്രിമാർ പരസ്യമായി പ്രതികരിച്ചതിന് ശേഷം മാധ്യമങ്ങളിലൂടെ ഒപ്പിട്ട വിവരം അറിഞ്ഞത് CPIക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. CPI എവിടെ വരെ പോകും എന്ന ചോദ്യത്തിനൊപ്പം ധാർമ്മികമായ ഒരു പിന്തുണയും പാർട്ടിക്ക് കിട്ടാൻ അങ്ങനെ കാരണങ്ങൾ പലതാണ്. ഒപ്പം BJP വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ബോധവാന്മാരായ CPM നേതാക്കളിൽ നിന്ന് കിട്ടിയ അണിയറയിലെ പിന്തുണയും CPIക്ക് ഗുണം ചെയ്തു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു. നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റായി പോയി. ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് ഏത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്.
മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ ഇതിന്റെ മറവിൽ നടന്ന രഹസ്യ ഇടപാടുകളും പുറത്തുവരുന്നു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരാൻ അഹോരാത്രം വിയർപ്പൊഴുക്കിയെന്ന് പറയുന്ന സ്പോൺസർക്ക് വേണ്ടി ഒരു കരാറുമില്ലാതെയാണ് കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയം നന്നാക്കാൻ കൊടുത്തത്. സ്റ്റേഡിയത്തിന്റെ ഉടമകളായ GCDA പോലും നോക്കുകുത്തിയായി. എനിക്ക് അവകാശം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കളി കൊണ്ടുവരുന്ന കാലത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നിങ്ങൾ ഈ കേരള ഭാഷയിൽ ചോദിക്കുമല്ലോ. ഒരു മിനിറ്റ് അടുത്ത മിനിറ്റ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വർക്ക് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ ഒരു ലെറ്റർ GCDക്ക് സർക്കാരിന് കൊടുക്കും. ഇങ്ങനെ മാർച്ചിൽ കളിയുണ്ട്, ഈ സ്റ്റേഡിയം വിട്ടു തരാൻ കഴിയുമെന്ന് ചോദിക്കും. പറ്റുമെന്ന് പറഞ്ഞാൽ മാർച്ചിൽ കളി നടത്തും, പറ്റില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല. ഇനി നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ ISLനോ നിങ്ങൾ ഇവിടെ ഇനി പൊളിച്ച് തലയിൽ വെച്ച് പോയാലും എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്ന സമയത്ത്, എന്നെ വളരെ വൾഗറായിട്ട് എന്തോ വലിയ സംഭവം കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റം കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ ഈ അർജന്റീനയായിട്ട് സംസാരിച്ചത് പ്രശ്നമാണോ? ഞാൻ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ഞാൻ ഈ ഫുട്ബോളിന് ഇതിനു വേണ്ടി ഈ സ്റ്റേഡിയം ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഞാനത് കേൾക്കാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ ഇത് ചെയ്ത. അപ്പം ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ അതോ ഏത് അതോറിറ്റി, ഇപ്പോൾ GCDക്ക് പറയാം, പിന്നെ സർക്കാരിന് പറയാം, MP-ക്ക് പറയാം, MLAക്ക് പറയാം, ഇത് ഈ പരിപാടി ഇവിടെ നിർത്താം. നവംബർ 17 മെസ്സിയെയും അർജന്റീന ടീമിനെയും എത്തിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെ കോലാഹലമാണ് നടന്നത്. കേരളത്തിൽ കളിച്ചാൽ ഗുണം മെസ്സിക്കും അർജന്റീനയ്ക്കുമാണ്. നവംബറിൽ വന്നില്ലെങ്കിൽ വരാമെന്ന് വിചാരിക്കേണ്ട. ലോകകപ്പ് നേടിയ ടീമിലെ മുഴുവൻ അംഗങ്ങളും അടങ്ങിയ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്നല്ല 2 സൗഹൃദ മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കും. എന്തൊക്കെ വീമ്പുകൾ! ഒടുവിൽ മെസ്സിയും അർജന്റീനയും വരില്ലെന്നറിയിച്ചിട്ടും കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സ്പോൺസറുടെ മിനുക്കുപണി തുടരുന്നു. ഒരു കരാറുമില്ലാതെ സ്റ്റേഡിയം നന്നാക്കാൻ സ്പോൺസർക്ക് ആര് അനുമതി നൽകി? സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ചെയ്യുന്നതെന്നാണ് ന്യായീകരണം. കയ്യിൽ പണമുണ്ടെന്ന് വെച്ച് സർക്കാർ സ്വത്ത് കയ്യേറി നിർമ്മാണം നടത്താൻ എങ്ങനെ കഴിയും? ഇത് GCDന്റെ അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്. ഇത് ആരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ? അത് ഡെവലപ്പ് ചെയ്യുന്നത് GCD തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? GCD അപ്രൂവൽ വന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറയും. ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫെഡ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക? കാറ്റ് പിടിച്ച താഴെ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നോക്കിക്കോളൂ. ഞാൻ ഈ രണ്ടെണ്ണേ തീർന്നിട്ടുള്ളൂ. 2 വർക്ക് നടക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ GCDന്റെ അവസ്ഥ ഇങ്ങനെ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് GCD തീരുമാനിക്കുന്നുണ്ട് ഈ സൈസിലുള്ള ഫെഡ്ലൈറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഞാൻ ചെയ്തു. അങ്ങനെ കണ്ടാൽ മതി. ഈ റിപ്പോർട്ടർ TV ഇപ്പോൾ എന്ത് ചെയ്യുന്നു? GCDക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിന്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നുമില്ല. ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞാണ് മെസ്സി വരുമെന്നും എന്ന് വരുമെന്നും ആരൊക്കെ വരുമെന്നും പിന്നെ വരില്ലെന്നും ഇപ്പോൾ മാർച്ചിൽ വന്നേക്കാം എന്നുമൊക്കെ ജനങ്ങൾ അറിയുന്നത്. ഈ പറയുന്നതെല്ലാം ശരിയെന്ന് ഏറ്റുചൊല്ലുകയായിരുന്നു സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിൻ്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു. നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത്. മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാൻ. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താം. നോക്കൂ, അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിൻ്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞു. ഒന്നും മറയ്ക്കാനില്ല. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് GCDയെ കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിൻ്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെൻറ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. അവർ അവിടുത്തെ ടൂർണമെൻറ്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട്. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ഒരു നേരിട്ടുള്ള കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല. കലൂർ സ്റ്റേഡിയം നന്നാക്കാൻ സ്പോൺസർക്ക് അനുമതി കൊടുത്തതിനെപ്പറ്റി GCDA ഇപ്പോൾ നൽകുന്ന വിശദീകരണത്തിൽ നാൾ വഴികൾ മാത്രമേ ഉള്ളൂ. കലൂർ സ്റ്റേഡിയത്തിലാണ് കളിയെന്ന് ഇത്രാം തീയതി തീരുമാനിച്ചു. ഇതനുസരിച്ച് സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം കൈമാറി. അവർ സ്പോൺസറെ ഏൽപ്പിച്ചു. സ്പോർട്സ് മന്ത്രിയുടെ നിർദ്ദേശവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതല്ല അറിയേണ്ടത്. 70 കോടി രൂപയ്ക്ക് സ്റ്റേഡിയം നവീകരിക്കാൻ കരാർ ഉണ്ടായിരുന്നോ ഇല്ലയോ? നവീകരണത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ? മേൽനോട്ടം വഹിക്കുന്നത് ആര്? ഒന്നുമില്ല. എല്ലാം സുതാര്യമെന്ന മറുപടി മാത്രം.
മൊത്തത്തിൽ എങ്ങനെയാണ് ഈ കരാറിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക. മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളും പാലിച്ചിട്ടില്ല. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? സ്പോർട്സ് കേരള ഫൗണ്ടേഷന് GCD അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതിയുടെയൊക്കെ ധാരണകൾ എന്തൊക്കെയാണ് അതൊക്കെ അവർ വെളിപ്പെടുത്തണ്ടേ? അങ്ങനെ കേരളത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഒരു സ്വത്ത് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് സർക്കാരിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണ്. ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് ചെയ്തു, ആര് പറഞ്ഞു 70 കോടി, അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത് തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ പറഞ്ഞൊഴിഞ്ഞാൽ പോരാ. ഫുട്ബോൾ വളർത്താനെന്ന പേരിൽ മെസ്സിയും അർജന്റീനയും വരുമെന്നും അതിന് കോടികൾ മുടക്കിയിട്ടുണ്ടെന്നും പറഞ്ഞതിന് ശേഷം കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പറ്റിച്ച സ്പോൺസറല്ല. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കേരളം ഇനി അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം. ദരിദ്രരിലും താഴെ അതിദരിദ്രരായി ഉണ്ടായിരുന്നത് 64,000 കുടുംബങ്ങൾ. അവർ അതിൽ നിന്ന് മുക്തി നേടി. 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രഖ്യാപനം നടപ്പായി അത്രേ. എന്താണ് മാനദണ്ഡം? സർക്കാർ തീരുമാനിച്ചു, കണ്ടെത്തി, പ്രഖ്യാപിച്ചു. അതുതന്നെ. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. 1000 കോടി രൂപയാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ചെലവഴിച്ചത്. ഭക്ഷണം, പാർപ്പിടം, വരുമാനം, ആരോഗ്യം, അവശ്യരേഖകൾ ഇവയുടെ ലഭ്യത ഉറപ്പാക്കിയാണ് സമൂഹത്തിൽ അദൃശ്യരായിരുന്നവരെ കണ്ടെത്തി മുഖ്യധാരയിൽ എത്തിച്ചതെന്നാണ് അവകാശവാദം. അതായത് ദാരിദ്ര്യരേഖയല്ല, അതിദാരിദ്ര്യരേഖ വരച്ച് ആ വരയ്ക്ക് താഴെയുള്ള 64,000 കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മുക്തരാക്കി. രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഒരു സമഗ്രമായ പദ്ധതി നടപ്പാക്കും എന്നതായിരുന്നു. 2021 മെയ് മാസം 25-ാം തീയതി വൈകുന്നേരം ബഹുമാന്യനായ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അന്നു മുതൽ ഈ 4.5 വർഷം കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ള രാഷ്ട്രീയ നേതൃത്വവും ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ജനങ്ങളാകെയും ഒറ്റക്കെട്ടായി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന, ലോകത്ത് ചൈനയ്ക്ക് ശേഷം 2ാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം എത്തിച്ചേരുന്നത്. മാനദണ്ഡമൊക്കെ 2021 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിശ്ചയിച്ചത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. വസ്തുതകളുടെ പിൻബലമില്ലാത്ത പ്രഖ്യാപനം. പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും എതിർപ്പ് അറിയിച്ചതും അതുകൊണ്ട് തന്നെ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തെ 2ാമത്തെ പ്രദേശം, ഇന്ത്യയിലെ ആദ്യത്തേത് എന്നൊക്കെ പറയാം. ചോദ്യങ്ങൾ പലതുണ്ട്. അതിദാരിദ്ര്യ സർവേയുടെ രീതി എന്തായിരുന്നു? കുടുംബശ്രീ, ആശാ വർക്കേഴ്സ്, കിലയിൽ പരിശീലനം കിട്ടിയവർ ഇവരെ വെച്ച് 64,000 കുടുംബങ്ങളെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ക്ലേശഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും ഏത് ഡാറ്റയാണ് ഇതിനായി ആശ്രയിച്ചിരിക്കുന്നത്? ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6,400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ഗവൺമെന്റ് പ്രചരണത്തിന് വേണ്ടി മാത്രം വാചക കസർത്താണ്, നടപ്പിലാക്കാത്ത പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളും ഒരു തട്ടിപ്പാണ്, ഒരു ഭൂലോക തട്ടിപ്പാണ്. വെറും ഒരു PR പ്രചരണം മാത്രമാണിത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത്. ഒന്നാമത് ഈ 60,000 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ്. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. കേന്ദ്രത്തിന്റെ അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ 6 ലക്ഷത്തിനടുത്ത് കുടുംബങ്ങളുണ്ട്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ മഞ്ഞ കാർഡുള്ള ഇവരിൽ ചിലർക്കെങ്കിലും പുറത്തു പോകേണ്ടി വരുമോ? കേന്ദ്ര സഹായം കുറയുമോ? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് മന്ത്രിമാർ. അതെല്ലാം പഠിക്കുന്ന ആളല്ലേ. ഇത്രനാള് നിയമസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം, കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവും എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവര് കയ്യിൽ അവൈലബിളായ രേഖകളെങ്കിലും വായിച്ചു നോക്കേണ്ടതില്ല. അതിദാരിദ്ര്യ മുക്തമായി സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ കേൾക്കാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മോഹൻലാലും കമൽഹാസനും എത്തിയില്ലെങ്കിലും മമ്മൂട്ടിയെ സാക്ഷിയാക്കി കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി. വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എന്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്.
കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ. ഇപ്പോഴുള്ളതും മുൻപുണ്ടായിരുന്നതുമായ കേന്ദ്ര കേരള പദ്ധതികളുടെ തുടർച്ചയായാണ് അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള പ്രയത്നവും. അതിനെ കേവലം PR വർക്കായി മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതി കൂടിയാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനെ എതിർക്കാനാവില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ഇനി അതിദരിദ്രരും അഗതികളും ഇല്ല എന്ന മേനി നടിക്കലാണ് കഷ്ടം.